നമ്മൾ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അത് കഴുകി വൃത്തിയാക്കി നാരങ്ങാനീരും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടിയൊന്നും ഇടുന്നില്ല ഇപ്പം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. കുരു വീണിട്ടുണ്ട്, എടുത്ത് കളയണേ. കുരു ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാതെ എല്ലാ പീസിലും പിടിക്കുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ വയ്ക്കുന്ന രീതി ഒന്ന് കാണിച്ചെന്നേ ഉള്ളേ. ഇതിന് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ആ ബീഫ് എടുത്ത് ഒരു കുക്കറിലിട്ട്, ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതൊരു 4 വിസിൽ വരുന്നിടം വരെ അടിച്ചെടുക്കാം. കുക്കറിൻ്റെ അനുസരിച്ചാണ് വിസിൽ. ഓരോ കുക്കറിനും ഓരോ ഇതായിരിക്കും. ഞാനിപ്പോൾ 4 വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കും. ഇത് വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും നാരങ്ങാനീരും മാത്രമേ ഉള്ളൂ. നമുക്കിത് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനൊരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 വറ്റൽമുളക് കീറിയതിട്ട് കൊടുക്കാം, മുറിച്ചത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ 3 വലിയ സവാള അരിഞ്ഞത്, നമ്മൾ സാധാരണ നീളത്തിൽ അരിയത്തില്ല, അതുപോലെ കനം കുറച്ച് അരിഞ്ഞത്. പിന്നെ കുറച്ച് തേങ്ങ കൊത്ത്, അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മുരിഞ്ഞ് വരണം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. 3 വലിയ സവാള ഉണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരട്ടെ. അതുവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, എളുപ്പം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കൊരു സിമ്മിലിട്ടുകൊണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാവേ. എന്നിട്ട് അടച്ച് വെച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമായി കിട്ടും. ഒരുമാതിരി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്, കണ്ടല്ലോ. ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, 3 പച്ചമുളക് എന്ന് പറഞ്ഞാൽ നല്ല ഒരുമാതിരി എരിവുള്ള പച്ചമുളകാണ്. 3 പച്ചമുളക്, ഒരു 1.5 ഇഞ്ച് നീളത്തിലെ ഇഞ്ചി, വലിയ ഒരു കുടം വെളുത്തുള്ളി, അത്രയും ചതച്ച് വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു നല്ല മണം വരുന്നിടം വരെ ഒന്ന് ഉരിയിച്ച് കൊടുക്കുക. ഞാനൊരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 1-1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സ്റ്റീലിൻ്റെ പാത്രമായത് കൂടെ കൊണ്ട്, കട്ടിയുള്ള പാത്രം കേട്ടോ എന്നല്ലേ, എന്നാലും ഒന്ന് അടുക്കി പിടിക്കുക. നോൺ സ്റ്റിക്കിൻ്റേതുപോലെ അടുക്കി പിടിക്കാതെ വരത്തില്ലല്ലോ, അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് ചതച്ചതില്ലേ, അത് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ 2 തക്കാളിയാണ് ഇത്. നല്ല വലിപ്പമുള്ള 2 തക്കാളി ചോപ്പ് ചെയ്താനിട്ട് അരിഞ്ഞ് വേണേലും ഇടാം കേട്ടോ. ഇനി ഇതൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് വെന്ത് എണ്ണ തെളിയട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇടുന്ന റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻസിൽ ലൈക്കും ചെയ്യണം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിതൊന്നിങ്ങനെ അമക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ എളുപ്പമായിക്കോളൂ അതിന്. നമ്മുടെ തക്കാളിയെല്ലാം വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണ്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു അല്പം ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് മൂത്ത് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൂടെ വരുന്നില്ല. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മുരിഞ്ഞ് വരണേ. പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് വരണം. നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളവേ ഒഴിച്ചില്ലായിരുന്നു, നിറച്ച് വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ. ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഇതിൽ നിറയെ വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കിടക്കട്ടെ. ബീഫല്ലേ, അങ്ങ് വെന്തളങ്ങിയൊന്നും പോകത്തില്ല. ഇതിലപ്പം എല്ലാം പിടിക്കുകയും ചെയ്യും. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ പൊടിച്ചെടുത്തതായത് അതും കൂടി ഇട്ട് കൊടുക്കാം. അത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച്
സിമ്മിലല്ല, മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നേരം വെക്കുന്നത് കേട്ടോ, അതിന് നല്ല വേവല്ലേ. പിന്നെ ഞാൻ 4 വിസിൽ മതി എന്ന് പറഞ്ഞില്ലേ, 4 അടിച്ചിട്ടൊന്നും വെന്തില്ല കേട്ടോ, 6 വിസിലടിച്ചതിന് ശേഷമാണ് വെന്തത്. ഒന്ന് കിടന്നോട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്, ശകലം മഞ്ഞപ്പൊടി ഇട്ടതായിരുന്നു ബീഫിന്, എന്നാലും ഒരു ശകലം കൂടി ഇട്ട് കൊടുത്തു, ഞാനത് മറന്നുപോയി. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചാലോ. ഞാനിത് തുറന്ന് നോക്കിയിട്ട് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയേ. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.